ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനും ആലുവ കളമശ്ശേരി ബസ് റൂട്ടിനും ഫ്രണ്ടിലായി നിൽക്കുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന മാന്യവിലയിൽ ലഭിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. നമുക്ക് കാണാം 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച് റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു റോഡിൻ്റെ ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു അഡീഷണൽ പാർക്കിംഗ് ലഭിക്കുന്ന രീതിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായൊരു കവേർഡ് കാർ പോർച്ചിലേക്കാണ്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ടാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണെങ്കിൽ മറ്റുള്ള മരങ്ങളിലെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. വലിപ്പം ഉള്ള 3 പാളിയുടെ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ നിർമ്മാണം. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന കവാടമെല്ലാം മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും വലിപ്പം മാറുന്ന വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായ ഒരു പാർട്ടീഷനെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നു. ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് അവിടെ കാണാൻ കഴിയുക. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിന് വരുന്ന ടൈലുകളും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിഴക്ക് ഭാഗത്തേക്ക് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഭാഗത്തായി 3 പാളിയുടെ വിൻഡോ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ നമുക്ക് കാണാം. എല്ലാ ജനലുകളും മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാനലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായി കബോർഡ് വർക്കും നമുക്ക് കാണാം. ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളോടുകൂടി തന്നെയാണ് നിർമ്മാണം. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം 110 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. ഇതും കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് കൊടുത്തത് തന്നെയാണ്. സെറ ബ്രാൻഡാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഹോളിൻ്റെ ഭാഗത്തായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായി ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ 5 ലെയർ പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഒരു TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഹോളിൽ നിന്നുമാണ് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കും പോകേണ്ടത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഒരു ഗേറ്റഡ് മോഡൽ വില്ല പ്രൊജക്റ്റിൻ്റെ രീതിയിലാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ക്യാബിനൊക്കെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. 4ാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂമാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും കളമശ്ശേരിക്കും കാക്കനാടിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന 4.1 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.